ISLന്റെ 10ാം സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും റണ്ണേഴ്സ് അപ്പ് ബംഗളൂരു FCയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബംഗളൂരു FCയെ തകർത്ത് മോഹൻ ബഗാൻ. സീസണിലെ തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ജയിച്ച മോഹൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം ഭദ്രമാക്കിയിരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് കളിച്ച 2 മത്സരങ്ങളിലും വൻ തോൽവി ഏറ്റുവാങ്ങി ബംഗളൂരു FC. ബഗാനെതിരായ പരാജയത്തോടൊപ്പം 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതും ബംഗളൂരുവിന് മറ്റൊരു നാണക്കേടായി മാറി. ശക്തന്മാരുടെ ഏറ്റുമുട്ടലായിരുന്നെങ്കിലും മത്സരം പൊതുവെ വിരസമായിരുന്നു. ബംഗളൂരുവിന്റെ മുന്നേറ്റങ്ങളോടെയായിരുന്നു മത്സരം ആരംഭിച്ചത്. 6ാം മിനിറ്റിൽ തന്നെ ബംഗളൂരു താരം റോഷൻ ഗോളിലേക്കൊരു വിഫല ശ്രമം നടത്തി. മറുപടി എന്നോണം 2 മിനിറ്റിനകം ബഗാന്റെ ലിസ്റ്റൻ കൊളാസോ 35 വാര അകലെ നിന്നും ഒരു ലോങ് റേഞ്ചർ തൊടുത്തു. നിർഭാഗ്യവശാൽ ആ ഷോട്ട് ഗോൾ പോസ്റ്റിനു മുകളിലൂടെ പറന്നു. 11 മിനിറ്റിൽ ബംഗളൂരു 2 ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും മോഹൻ ബഗാന്റെ വല കുലുക്കാനായില്ല. ബോക്സിനു മധ്യത്തിൽ നിന്നും അലക്സാണ്ടർ ജോവാനോവിച്ചിന്റെ ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയൊരു ഹെഡർ, തൊട്ടു പിന്നാലെ ബോക്സിന് പുറത്തു നിന്നും രോഹിത് കുമാറിന്റെ ഒരു ഇടങ്കാൽ ലോങ് റേഞ്ചർ ബഗാൻ ഗോളി തടഞ്ഞു നിർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബഗാൻ ഇടതു വിങ്ങിലൂടെ നടത്തിയ ഒരു അതിവേഗ കൗണ്ടർ അറ്റാക്ക് ബോക്സിന് തൊട്ടരുകിൽ മധ്യഭാഗത്തു നിന്ന് ലിസ്റ്റൻ തൊടുത്ത കിടിലൻ ഷോട്ട് വലയുടെ വലതുമൂലയിൽ തുളഞ്ഞു കയറേണ്ടതായിരുന്നു. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. തുടർന്നും അപകടകരമായ ചില നീക്കങ്ങൾ ബഗാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും എല്ലാം ബോക്സിന് അകത്ത് വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. രണ്ടാം പകുതിയുടെ 67ാം മിനിറ്റിൽ ബംഗളൂരുവിനെ ഞെട്ടിച്ച് ബോക്സിലേക്ക് വന്ന മൻവീറിന്റെ ലോങ് ബോൾ കമ്മിങ്സ് കാലിലെടുത്ത് ബോക്സിനടുത്ത് മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന ബൗമസിന് നൽകിയ പാസ്. വലതുമൂലയിൽ നിന്നും ബോൾ സ്വീകരിച്ച ബൗമസ് ബംഗളൂരു ഗോളിയുടെ കാലിനിടയിലൂടെ വലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബംഗളൂരു ഒരു സമനില ഗോളിനായി പൊരുതിയെങ്കിലും 75ാം മിനിറ്റിൽ സുരേഷിനും ഇഞ്ചുറി ടൈമിൽ റോഷനും കിട്ടിയ ചുവപ്പ് കാർഡല്ലാതെ മറ്റൊന്നും നേടാനായില്ല. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.